ജില്ലകളിലൂടെയുള്ള പൊളിറ്റിക്സ് കേരളയുടെ പര്യടനം തുടരുകയാണ്. 2026 കേരളത്തിലെ ജില്ലകളിൽ എന്ത് സംഭവിക്കും? ഇന്ന് കൊല്ലം ജില്ലയാണ് നമ്മുടെ ചർച്ചാ വിഷയം. കൊല്ലം ജില്ലയിൽ 11 നിയോജക മണ്ഡലങ്ങൾ: ചവറ, കരുനാഗപ്പള്ളി, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ, പത്തനാപുരം, കുണ്ടറ, കൊട്ടാരക്കര, കുന്നത്തൂർ. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് കൊല്ലത്ത് UDF ലഭിച്ചത്, കുണ്ടറയും കരുനാഗപ്പള്ളിയും. ബാക്കിയുള്ളിടത്തെല്ലാം LDF ജയിച്ചു കയറി. വൻ വിജയം തന്നെയാണ് LDF കൊല്ലം കഴിഞ്ഞ തവണ സമ്മാനിച്ചത്. ഇക്കുറി ആര് കൊല്ലം വാഴും? 2026 നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് തുടങ്ങാം. കരുനാഗപ്പള്ളിയിൽ CR മഹേഷാണ് MLA എന്ന നിലയിൽ CR മഹേഷ് ജനകീയനായി കഴിഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ R രാമേന്ദ്രനെയാണ് CR മഹേഷ് പരാജയപ്പെടുത്തിയത്. 29,208 വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിൽ. പക്ഷേ ഇപ്പോൾ CR മഹേഷ് വലിയൊരു ജനകീയനായി അവിടെ മാറിക്കഴിഞ്ഞു. കൊല്ലത്തെ കരുനാഗപ്പള്ളി UDF ഒപ്പം നിൽക്കും. ഇനി നമുക്ക് ചവറയിലേക്ക് പോകാം. ചവറയിൽ കഴിഞ്ഞ തവണ RSPയുടെ എല്ലാമെല്ലാമായ ഷിബു ബേബി ജോണിനെ ഡോക്ടർ സുജിത് വിജയൻ പിള്ള പരാജയപ്പെടുത്തിയത് 1996 വോട്ടിനാണ്. നേരിയ ഭൂരിപക്ഷത്തിൽ സുജിത് വിജയൻ പിള്ള ജയിച്ചു കയറി. ഇത്തവണ അവിടെ മത്സരിക്കാനെത്തുന്നത് RSPയുടെ ചില സമവാക്യങ്ങൾ മാറുകയാണ്. ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ LDFിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ പ്രേമചന്ദ്രൻ ഗ്രൂപ്പ് RSPയിൽ ഔദ്യോഗിക വിഭാഗമായി കുടികൊള്ളുന്ന അവസ്ഥ. അതുകൊണ്ട് ചവറ പിടിക്കാൻ ഒരുപക്ഷെ പ്രേമചന്ദ്രൻ എത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ അത് UDF നിൽക്കും. കാരണം പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോണിനേക്കാൾ ജനകീയനാണ്. മാത്രമല്ല, സുജിത് വിജയൻ പിള്ളയുടെ പ്രവർത്തനങ്ങൾ അത്ര ജനകീയവും അല്ല. ഇനി ഇരവിപുരത്തേക്ക് നമുക്ക് പോകാം. ഇരവിപുരം നൗഷാദ് എന്ന യുവതുർക്കിയെ കൊണ്ട് CPM വിജയിച്ചെടുത്ത മണ്ഡലമാണ്. കഴിഞ്ഞ തവണ RSPയിലെ ബാബു ദിവാകരനെ 21,121 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നൗഷാദ് പരാജയപ്പെടുത്തിയത്. ഇക്കുറിയും നൗഷാദ് അവിടെ നിൽക്കും എന്നുള്ളതാണ് സൂചനയെങ്കിലും നൗഷാദിനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമായിട്ടുണ്ട്. ആര് നിന്നാലും ഇരവിപുരം LDF ആയിരിക്കും. ഇനി ചാത്തന്നൂർ, BJP പ്രതീക്ഷ വയ്ക്കുന്ന ഏക മണ്ഡലം. കഴിഞ്ഞ തവണ പീതാംബരക്കുറുപ്പ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് പോവുകയും BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്ത മണ്ഡലം. ജയലാലാണ് GS ജയലാലാണ് അവിടുത്തെ MLA. CPIയുടെ മണ്ഡലമാണ് ചാത്തന്നൂർ. ചാത്തന്നൂരിൽ ഇത്തവണയും ജയലാൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് CPI വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ജയലാൽ അവിടെ നിന്നാൽ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പ്. സെക്കൻഡ് BJP വരുന്ന ഒരവസ്ഥയാണ് ചാത്തന്നൂരിൽ ഇപ്പമുള്ളത്. ഇനി ചടയമംഗലം. മന്ത്രി ചിഞ്ചുറാണിയുടെ മണ്ഡലമാണ് ചടയമംഗലം. അതിലുപരി CPIയുടെ കേരളത്തിലെ തന്നെ ഉരുക്കുദുർഗമാണ് ചടയമംഗലം. കഴിഞ്ഞ തവണ ചിഞ്ചുറാണി MM നസീറിനെ 13,678 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. നസീർ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. ചിഞ്ചുറാണിക്കും എതിർപ്പുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ ചിഞ്ചുറാണി ജയിച്ചു കയറി. പക്ഷെ മന്ത്രി എന്ന നിലയിൽ ചിഞ്ചുറാണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിലുപരി CPIയുടെ അഭിമാന സീറ്റ് LDF തന്നെ ചടയമംഗലം നിൽക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കുന്നത്തൂർ, കോവൂർ കുഞ്ഞുമോൻ ഉല്ലാസ് കോവൂറിനെ കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത് വെറും 2,790 വോട്ടിൽ. കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് പാർട്ടിയുമായി നിൽക്കുകയാണ്. സംവരണ മണ്ഡലമാണ് കുന്നത്തൂർ എന്നതും ശ്രദ്ധേയം. കോവൂർ കുഞ്ഞുമോന് ഒരിക്കൽ കൂടി LDF അവസരം നൽകും. കഴിഞ്ഞ തവണ മന്ത്രിയാകാനൊക്കെ അദ്ദേഹം ഒരുങ്ങുന്നതാണ്.
മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെങ്കിൽ മന്ത്രിയാകാൻ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ നിർദ്ദേശിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ ജനകീയനാണ് കുന്നത്തൂരിൽ. ഞങ്ങൾ കുന്നത്തൂർ മണ്ഡലം സന്ദർശിച്ചിരുന്നു. അവിടെയെല്ലാം കോവൂർ കുഞ്ഞിമോനെ പറ്റി നല്ല അഭിപ്രായമാണ്. കോവൂർ കുഞ്ഞിമോനിൽ നിന്ന് CPM സീറ്റ് പിടിച്ചെടുത്താലും അവിടെ കുന്നത്തൂരിൽ കോൺഗ്രസിൻ്റെ ഒരു അട്ടിമറി ഇനി അസാധ്യമാണ്. ഇനി കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ വരുന്നത് ബാലകൃഷ്ണപിള്ള എന്ന വലിയൊരു വിഗ്രഹമാണ്. ആയിഷ പോറ്റി അട്ടിമറിച്ച ബാലകൃഷ്ണപിള്ള. അവിടെ ഇപ്പോൾ മന്ത്രിയായ KM ബാലഗോപാലാണ് MLA. 10,814 വോട്ടിനാണ് കോൺഗ്രസിലെ രശ്മിയെ KM ബാലഗോപാൽ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും KM ബാലഗോപാൽ തന്നെയാകും സ്ഥാനാർത്ഥി. കൊട്ടാരക്കരയിൽ ബാലഗോപാൽ സജീവമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ആയിഷ പോറ്റി 40,000-ലധികം വോട്ടിന് ജയിച്ച മണ്ഡലമാണ് കൊട്ടാരക്കര. KM ബാലഗോപാൽ നിന്നപ്പോൾ അത് 10,814 കുറഞ്ഞു. പക്ഷേ KM ബാലഗോപാൽ മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും കൊട്ടാരക്കരയിൽ സുപരിചിതനായി കഴിഞ്ഞു. ഇനി പത്തനാപുരമാണ്. പത്തനാപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു മുഖവും പേരുമുണ്ട്, KB ഗണേഷ് കുമാർ. വ്യക്തിപരമായി എത്ര ദൗർബല്യങ്ങളുണ്ടെങ്കിലും ജനപ്രതിനിധി തന്നെയാണ് അദ്ദേഹം. KB ഗണേഷ് കുമാർ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാലയെയാണ്. 14,336 വോട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. ജ്യോതികുമാർ ചാമക്കാല തന്നെയാണ് ഇത്തവണയും പത്തനാപുരത്ത് UDF സ്ഥാനാർത്ഥി. പക്ഷേ ഗണേഷ് കുമാറിനെ അട്ടിമറിക്കാനുള്ള കരുത്ത് ജ്യോതികുമാർ ചാമക്കാലയ്ക്കില്ലാതെ LDF-നോട് ഒപ്പം നിൽക്കും. ഇനി പുനലൂരാണ്. PS സുബാൽ, CPI-യിലെ യുവതുർക്കിയായ, അല്ലെങ്കിൽ ഒരു കാലത്ത് യുവതുർക്കിയായിരുന്ന PS സുബാൽ എന്ന സുബാലേട്ടൻ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് പുനലൂർ. അത് മുസ്ലിം ലീഗിനാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ അബ്ദുൾ റഹ്മാനെ സുബാല് തോൽപ്പിച്ചത് 37,057 വോട്ടിൻ്റെ ഭീകരമായ ഭൂരിപക്ഷത്തിലാണ്. ഈ പുനലൂരിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ചടയമംഗലം പോലെ തന്നെ CPI-യുടെ ഉരുക്കു ദുർഗമാണ് പുനലൂർ. അവിടെ ഇത്തവണയും LDF നേടും. ഇനി കുണ്ടറയാണ്. PC വിഷ്ണുനാഥ് കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടിയമ്മയെ അട്ടിമറിച്ച കുണ്ടറ. PC വിഷ്ണുനാഥ് ജയിച്ചു കയറിയത് 4,521 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആഴക്കടൽ മത്സ്യബന്ധനം അടക്കമുള്ള വിവാദങ്ങൾ അന്ന് നിലനിന്നിരുന്നു. അതൊക്കെ കള്ളമാണെന്ന് തെളിഞ്ഞെങ്കിലും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഇനിയൊരു അവസരം CPM നൽകില്ല. പകരം ചിന്താ ജെറോമിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. ചിന്താ ജെറോമിന് PC വിഷ്ണുനാഥിനെ തോൽപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പാടാണ്. PC വിഷ്ണുനാഥ് അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയാകും. അവിടെ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ അദ്ദേഹം കൊട്ടാരക്കരയിലേക്ക് മാറുമെന്നൊക്കെ ശ്രുതിയുണ്ടെങ്കിലും PC വിഷ്ണുനാഥ് നിന്നാൽ മാത്രമേ UDF-ന് ആ സീറ്റ് നേടാൻ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PC വിഷ്ണുനാഥിലൂടെ ആ മണ്ഡലം, കുണ്ടറ മണ്ഡലം നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ് UDF-ന്. ഇനി കൊല്ലമാണ്. മുകേഷ് അലമ്പാക്കിയ കൊല്ലം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ മുകേഷ് 2,072 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്, നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. മുകേഷ് CPM-ന് വലിയൊരു തലവേദനയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത്തവണ UDF-ന് വേണ്ടി ബിന്ദുകൃഷ്ണ കൊല്ലം മണ്ഡലത്ത് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബിന്ദുകൃഷ്ണ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ പ്രസന്ന ഏണസ്റ്റ്, കൊല്ലം മേയർ കൂടിയായ മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നറിയുന്നു. കൊല്ലം UDF-നോടൊപ്പം നിൽക്കാം. അങ്ങനെ വരുമ്പോൾ 7 നിയോജക മണ്ഡലങ്ങൾ: ഇരവിപുരം, ചാത്തന്നൂർ, കൊട്ടാരക്കര, ചടയമംഗലം, പുനലൂർ, പത്തനാപുരം തുടങ്ങി 7 നിയോജക മണ്ഡലങ്ങൾ LDF-നോടൊപ്പം നിൽക്കും. അത് ഉറപ്പായി കഴിഞ്ഞു. UDF നേടാൻ പോകുന്നത് ചവറ, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം എന്നീ 4 നിയോജക മണ്ഡലങ്ങളാണ്. ചവറ, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം. അതാണ് 4 നിയോജക മണ്ഡലങ്ങൾ.
ബാക്കിയുള്ള നിയോജക മണ്ഡലങ്ങൾ ബാക്കിയുള്ള 7 നിയോജക മണ്ഡലങ്ങൾ LDF കൈക്കലാക്കും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്. പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് തെറ്റാറില്ല എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം പ്രഖ്യാപിച്ചതും അവർക്ക് ലഭിക്കാവുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചതും ഒക്കെ പൊളിറ്റിക്സ് കേരളയാണ്. പൊളിറ്റിക്സ് കേരള ഗ്രൗണ്ടിലിറങ്ങി ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് വാർത്ത ചെയ്യുന്ന ഒരു ഓൺലൈൻ ചാനലാണ്. ആ ചാനൽ പുറത്തുവിടുന്ന വാർത്തകൾ, ഞങ്ങൾ പല വാർത്തകളും പുറത്തുവിട്ടിട്ടുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഞങ്ങളാണ്. ബാക്കിയുള്ള മാധ്യമങ്ങളെല്ലാം അദ്ദേഹം വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇപ്പോൾ സമ്മതിച്ചു. കൊല്ലത്തെ കണക്കനുസരിച്ച് ഇരവിപുരം, ചാത്തന്നൂർ, കൊട്ടാരക്കര, ചടയമംഗലം, പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ വിട്ടുപോയി, കുന്നത്തൂർ, ഈ 7 നിയോജക മണ്ഡലങ്ങൾ LDFിനോടൊപ്പം നിൽക്കും. ചവറ, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങൾ UDFിനോടൊപ്പം നിൽക്കും. അടുത്ത ജില്ലയുമായി ഞങ്ങൾ വീണ്ടും വരും. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, എതിർപ്പുകൾ ഒക്കെ ഞങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ കമൻറ്റുകളായി അറിയിക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ സ്വീകരിക്കാനുള്ള സഹിഷ്ണുത പൊളിറ്റിക്സ് കേരളയ്ക്കുണ്ട്. കൊല്ലം ജില്ലയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഇരവിപുരം, ചാത്തന്നൂർ, കൊട്ടാരക്കര, ചടയമംഗലം, പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ ഇത് LDF നേടുന്ന മണ്ഡലങ്ങൾ. ചവറ, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം ഇത് UDF നേടുന്ന മണ്ഡലങ്ങൾ. 7 മണ്ഡലങ്ങൾ LDFും 4 മണ്ഡലങ്ങൾ UDFും കരസ്ഥമാക്കും കൊല്ലത്ത്.